മുത്തേ ആരാദ്യം കയറി നോക്കാം കേട്ടോ. മുത്തേ അവിടെ എത്ര പേര്? 6 പേരും കയറി അതിനിടയിൽ തന്നെ പറ കയറി. എല്ലാവരും വാ. എടാ മുത്തേ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണേക്കാൾ നല്ല അവരെന്തായാലും ഇങ്ങനെ വരുമല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ നേരത്തെ തന്നെ മനസ്സിലായില്ലേ? എടാ 7 പേര് ലൈവ് ആണുണ്ട്. ഇതാരും എടാ അങ്ങോട്ടല്ല, ഇവിടെ മുത്തേ ഇവിടെ. എടാ ഹൈ ഗ്രാഫിക്സ് ഇടാ ചെറിയൊരു ലാഗ് അടിക്കണമല്ലുണ്ട്. ഇതാരാ വണ്ടി? യോ എക്സ്ട്രിപ്സ് ഇത് എവിടെ കണ്ടിട്ടുണ്ടല്ലേ? മുത്തേ ഇത് കൊള്ളാം കേട്ടോ. ഇതിന് ഇഷ്ടപ്പെട്ടു. ഡബിൾ സാധനം. ഹായ് ബ്രോ, നവാബെ എത്തിയ എന്തെല്ലാം? നമ്മളോട് ബസ് ട്രിപ്പ് പോകാൻ പോകണം വച്ചാനെ. ബസ്സിന് ഇടിച്ച് കളയില്ലേ മുത്തേ? എടാ 3 ബസ് കൊമ്പൈൻ ബാങ്ങർ, പിന്നെ അതേത് ബസ്? എടാ എല്ലാം വെള്ള ബസ്സാണ് മുത്തേ. അത് കൊള്ളാല്ലേ? ചേട്ടാ എൻ്റെ വണ്ടിയായിട്ട് മാറ്റിയിട്ടത് തന്നെ. ബസ് സ്ഥലമില്ല, വണ്ടിയായിട്ട് മാറ്റിയിടാം. ബ്രോ പറഞ്ഞു നന്മ പറഞ്ഞു. ഓടാ കുഴി പോയി ലോട്ട. ഓക്കെ സെറ്റ്. എൻ്റെ ബസ്സിൽ കയറി. എല്ലാവരും വന്ന. ഇവിടെ അവന്മാർ ബഹളം ഉണ്ടാക്കണല്ലേ, ഭയങ്കര ഫോണൊക്കെ അടിച്ചാൽ മതി. എല്ലാവരും സീനാണല്ലോ. എടാ എല്ലാവരും കൂടെ നിൽക്കട്ടെ. എല്ലാം വന്ന എല്ലാം വാട്ട് എല്ലാം വരട്ടെ. അസുരൻ വന്ന അസുരൻ്റെ ഷാസിനിപ്പോൾ കാണാനില്ല. ഷാസ് അന്ന് എനിക്ക് സത്യമല്ല, ഷാസ് അന്ന് കൊണ്ടുപോയ ട്രിപ്പാണ് എൻ്റെ പൊന്നോ. W ട്രിപ്പ് മുത്തേ. അത് ഞാൻ അതിശയിച്ചു പോയ ട്രിപ്പാണ് മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ. എല്ലാവരും വാടാ, എല്ലാവരും വന്നാ. എടാ 5 പേര് റൂമേ ഉള്ളു. ആദ്യം ഒക്കെ എല്ലാവരും വന്നാ മുത്തേ. ഫോക്സ് ബ്രോ വാ. ഫോക്സ് വരാടാ മച്ചാ. വരാം. ബസ്സിന് എവിടെ ഇല്ല? ഏത് ബസ്സാണ്? എടാ നിങ്ങൾ ഇപ്പോൾ ഇല്ല. എടാ 2 ദിവസം ഇതെന്ത് കാണിക്കണ? ഞാൻ എവിടെ നിൽക്കണം? അല്ലോക്കാക്കി. ഓക്കെ ഇപ്പോൾ ഏത് ബസ്സില്ല? ഞാൻ മുത്തേ ഞാൻ കയറിയിട്ടുണ്ട്. പൊയ്ക്കോ. WP ഫോട്ടോ. എടാ നമ്മൾ അടിക്കണം ഫോട്ടോ. എല്ലാവരുടെ ബസ്സിലാണ് മുത്തേ. എടാ ഒരു സമയത്ത് എനിക്ക് ഒരു ബസ്സിലല്ലടാ കയറാൻ പറ്റും. നമ്മളെല്ലാവരുടെ ബസ്സിലും കയറാം. ഡ്രാഗൻ ഹായ് ലോട്ടെ. ഓക്കെ എന്തെല്ലാടാ വന്ന ഡ്രാഗൻ ഗെയിമിലുണ്ടാടാ? ഇല്ലല്ലോ. ഓക്കെ വരണമെങ്കിൽ വേട്ടാ. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ട്രിപ്പൊക്കെ പോവാണ്. എല്ലാവരും ഉണ്ടേ സന്തോഷം. എല്ലാവരും വന്നിരുന്നേ കൊള്ളായിരുന്നു. അപ്പം പരമാവധി ഇപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വാ. ചിലർക്ക് എപ്പോഴും ഈ ഒരു സമയത്ത് ചിലപ്പോൾ കയറാൻ പറ്റില്ല. നൈറ്റ് എന്തായാലും കാണും ലൈവ്. മുത്തേ അസുരനാണ് ട്രിപ്പ്. അസുരൻ്റെ ബസ്സിലാണ് ഞാൻ കയറിയിരിക്കണം മുത്തേ. അവനാണ് ഈ ട്രിപ്പ് എങ്ങാട്ടാ ബസ്സും കൊണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റണ സ്ഥലത്തോട്ട് വിട്ടോന്നാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. അവൻ എങ്ങാട്ട് കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞൂടെ മുത്തേ. അപ്പം അവൻ കൊണ്ടുപോകണേ നാളെ എന്നെ ലൊട്ട പറയില്ല. അവൻ്റെ അടുത്താണ്. അവൻ നോക്കാം എന്തായാലും നോക്കാം. അവൻ കൊണ്ടുപോട്ടെ. അത് തന്നെ നമ്മൾ ആദ്യം പറയേണ്ടത് നോക്കാം. W ഇടത്തോട്ട് വിട്ടോ മുത്തേ. നിന്നിലാണ് ലൈവ് കാണുന്നതിൽ W സ്ഥലമാണോ അല്ലേ തീരുമാനിക്കാൻ പോകണം. അത്ര ഞാൻ പറഞ്ഞോളൂ. നീ എന്തായാലും വിട്ടോ. അത് തന്നെ ഞാൻ കൂടുതലൊന്നും പറയില്ല. നീ വിട്ടോ. അവിടെ ഈ ബസ് ഇരുന്ന് ഇങ്ങനെ ട്രിപ്പ് പോകണം മുത്തേ. ഉള്ള കാര്യമല്ല, അത് വേറൊരു വൈബാണ്. ഉള്ള കാര്യം പറയില്ല, വേറെ വൈബാണ് മുത്തേ. ബസ്സിൽ ഇങ്ങനെ ഒരു മറ്റേ KSRTC ഇരുന്ന് പോകില്ലേ മുത്തേ? ആ ഒരു ഫീലാണ് മുത്തേ. ഉള്ള കാര്യം പറയില്ല, ഇങ്ങനെ ഇരുന്ന് പോകാം. എനിക്ക് സത്യം പറയാം ബസ്സിൽ ഇങ്ങനെ പോകണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ലൈവ് ഇപ്പോൾ 5 പേര് കാണുന്നുടാ. നിങ്ങൾ എന്തിനാണ് പറയണത്? നിങ്ങൾ കയറി നോക്കിയ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് താഴെ. അപ്പോൾ എന്തിനു പറയാം? ഓക്കെ എന്തായാലും നോക്കാം മുത്തേ. നമുക്ക് 5 പേര് കാണുന്നുണ്ടല്ലേ? ഓക്കെ യോ റഫിടുന്നേ ഉറപ്പിടുന്നേ. എടാ നിൽക്കേ അസുര. ഓക്കെ മുത്തേ W ഫോട്ടോ എടുക്കാൻ പറ്റി. ഞാൻ ഇട്ട മെസ്സേജ് മുത്തേ. എടാ അവൻ എങ്ങാട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത്ര ഞാൻ പറഞ്ഞോളാം. അവൻ ഇപ്പം കണ്ട അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം മുത്തേ. എങ്ങാട്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് പറയാം മുത്തേ, അമ്മക്ക് അറിഞ്ഞൂടാ. നോക്കാം. സ്ഥലം ഏതാ? സിറ്റിയാണോ? എടാ ഞാൻ ലൈവ് ഇട്ട സമയത്ത് നീ കണ്ടില്ലായിരുന്നു? സിറ്റി ആണെന്നാണ്. സിറ്റിയാണ്. സിറ്റിയാണ്.
ഇപ്പം നമ്മൾ സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സിറ്റിയാണ്. യോ അത് കേട്ടോ. ഓ ബസ് എന്തിരി കിടക്കണം ഇവിടെ. ഇവിടെ 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 കാട്ടുകടയിൽ ചെന്ന് കയറി കൊടുത്താ എന്ത് കിടക്കണം മൊത്തം ഇവിടെ. എല്ലാവരും ബസ് വരാൻ നോക്കാം കേട്ടോ. മാക്സിമം എല്ലാവരും വന്ന് ഇപ്പം ആരെങ്കിലും കാറിലാണ് ഗെയിമിൽ വന്നെങ്കിലേ അവർ കാർ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് നമ്മളെ ബസ്സിൽ വന്ന് കയറും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു ബസ്സിലങ്ങ് പോവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം ഉണ്ടല്ലോ, സ്ഥലം തെറ്റിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മുത്തേ. എടാ എങ്ങോട്ട് കൊണ്ടുപോകണം മുത്തേ? അസുരനാണ് ഓട്ടിക്കണം. നമ്മൾ അസുരൻ്റെ വണ്ടി കുറേ കയറിയിട്ടുണ്ടല്ലേടാ. അസുരൻ്റെ ബസ്സിൽ അസുരൻ്റെയും ഷാസിൻ്റെയും ബസ്സിൽ നമ്മൾ കുറേ കയറിയിട്ടുണ്ട്. കിക്ക് കളഞ്ഞാൽ മുത്തേ എന്ത് കിടക്കണം ഇവിടെ? കിക്ക് തെറിഞ്ഞിട്ടാ നമ്മളെ നോക്കാം എന്തായാലും നോക്കാം. ഓ ഡാമ് മുത്തേ സോറി. ഓക്കെ സീനില്ല. ഓ ഡാമായിരുന്നല്ലേ. ഡാമിൽ പോകണമെന്ന് ഞാൻ ഇത് ആഗ്രഹിച്ച തന്നെ. എന്തായാലും നോക്കാം. അത് ഡാമിൽ നമ്മളൊന്ന് ഫുള്ളി ഇത് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഇറങ്ങേണ്ടി വന്ന്. ഓ ഡാമിൽ നല്ല കിടില പ്ലേസാണിത്. നല്ല കിടില സ്ഥലമാണ് മുത്തേ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മുത്തേ. എടാ വായിക്കാൻ പറ്റില്ല മുത്തേ, മനസ്സിലാവണല്ലോ. കൈ തട്ടിയതാ. ഓക്കെ എടാ ഓക്കെ കൈ തട്ടിയതാ. ഓക്കെ അങ്ങനെയല്ലേ ഞാൻ വെച്ച് കത്തി എന്തിനാ അങ്ങനെ വായിച്ചോ തെറ്റിപ്പോയി മുത്തേ. സീനില്ല മുത്തേ. എല്ലാവരും വന്നല്ലേ ഇറങ്ങാം. ഉറപ്പെടുന്നേ. ഓ ഇടിക്കില്ല. എനിക്ക് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഡാമിൽ നമ്മൾ രണ്ടാമത്തെ തവണയാണ് പറഞ്ഞില്ലേ. അന്ന് ഒരു തവണ വരണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി. പക്ഷെ അതൊക്കെ ഡബ്ലി ആയിരുന്നു. എന്തായാലും നോക്കാം. പാസ്വേഡ് കറക്റ്റ് അല്ലേ? എടാ പാസ്വേഡ് 77 ആണ്ട്രാ. അതാണ് പാസ്വേഡ്, മനസ്സിലായില്ലേ? കറക്റ്റ് അല്ല. എന്നാൽ അതടിച്ചല്ലേടെ ഇപ്പോൾ എല്ലാവരും ഇത്ര ബെഡ്റൂമിൽ വന്നതുണ്ടോ അടിച്ചല്ലേ. അപ്പോൾ നീ എന്തൊരു പറയണേ? മൈ നെയിം അർണബ് അഭിലാഷ്. ഓക്കെ ഓർമ്മയുണ്ട്. നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ബാങ്ങർ ബാക്ക് ഇത്ര ബസ്സിടാൻ പറ്റും. ഞാൻ ഒരു ബസ് എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞല്ലോ. എടുത്തു ഇത് എല്ലാവരും കൂടെ ഭയങ്കര പല ബസ് എടുത്തുകൊണ്ട് ബസ് ചേർത്ത് ഇട്. എല്ലാവരുടെ ബസ് ചേർത്തിടാൻ പറഞ്ഞിട്ടുണ്ട് മുത്തേ. ഫോട്ടോ എടുക്കണ്ടേ? ഇന്നലെ എന്താ ലൈവ് ഇടാത്ത? ഇന്നലെ ഈ ഫോണിൻ്റെ മൈക്ക് ചെറിയ ലൊട്ട അടിച്ചിരുന്നുണ്ടോ? അതാണ് ഇന്നലെ എനിക്ക് ലൈവ്. ഇന്നലെ നൈറ്റ് ഒരു 40 മിനിറ്റ് ഞാൻ വന്നിട്ട്. നീ കണ്ടെങ്കിൽ അറിയില്ലായിട്ട് നോക്കിയോ. എനിക്ക് ലൈവിൽ മൈക്ക് ഞാൻ ലൊട്ടയായി പോയപ്പോഴേ എനിക്ക് മൊത്തത്തിൽ ഒരു വിഷമായി പോയത്. അതാണ് പിന്നെ ഞാൻ വച്ചിട്ട് പോയത്. അതാണ് ഇപ്പോഴും ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും നമ്മൾ ഒരുവിധമെങ്കിലും ഓക്കെ ആണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും നോക്കാം. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ ഒരുപാട് ഇങ്ങനെ ലൈവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇട്ടത് മുത്തേ. ബ്രോ പോകുമ്പോൾ എൻ്റെ ബസ്സിൽ കയറണേ. ഓക്കെ സെറ്റ്. നമ്മൾ ഇപ്പോൾ ജീറ്റിലോ അവിടെ സെറ്റ് സെറ്റാക്കാം. എല്ലാവരും കൂടെ എല്ലാവരും വാ. നമുക്ക് ആ ഇതിങ്ങാട്ട് പോകാം. ഈ സാധനം കാണാം. വേണ്ട ഇത് ഡാമിൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പോൾ തന്നെ സൗണ്ട് ചെറിയ ഇതാവണുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അതായത് സൗണ്ടിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുത്തേ, അതായത് ഈ സൗണ്ട് ഉണ്ടല്ല കുറയും. ഞാൻ കുറയ്ക്കണമല്ല, അല്ലാതെ കുറഞ്ഞു. നമ്മളെ സംസാരത്തിനിടെ എന്തോ ലൊട്ടയടിച്ചത് കുറഞ്ഞ് പോണേണ്. അതാണ് എന്തായാലും നോക്കാമത്തെ. ഞാൻ ഇന്നലെ ബ്രോയുടെ ലൈവ് കാണാൻ വേണ്ടി നെറ്റ് വരെയും ചെയ്ത് നോക്കിയിരുന്നു, എന്നിട്ടും കണ്ടില്ല. ഓടാ ഓക്കേടാ. എടാ ഇത് താങ്ക് യു എടാ. നീ അതൊക്കെ നമ്മളൊക്കെ ലൈവ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നെന്ന് വെച്ചാൽ സന്തോഷമുണ്ടോ? അല്ല ഇപ്പം എന്ത് പറയാം. എടാ അതെനിക്ക് മൊത്തത്തിൽ ഇന്നലെ ഒരു വിഷമമായിക്കോട്ടെ. ഇന്നലെ വെച്ചാൽ മൈക്ക് ഒരു ശരിയാക്കാൻ വേണ്ടിയിട്ട് ഫോൺ മൊത്തത്തിൽ നമ്മൾ ഒരു പരിപാടി ചെയ്ത് അത് ചെയ്തതിന് ശേഷം ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പരിപാടികൾ അത് അത്രയും ചെയ്തൊരു 4-5 മണിക്കൂറിന് വർക്ക് ചെയ്തു ഇന്നലെ തന്നെ. അത്രയും നേരം വർക്ക് ചെയ്തിട്ട് വന്ന് ലൈവ് ഇട്ടു. അപ്പോൾ ഒരു 40 മിനിറ്റ് ലൈവ് ഇട്ടാൽ പോലും സൗണ്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അതായപ്പോൾ വിഷമമായിപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് ലൈവ് വെച്ചിട്ട് പോയത്. എന്നാൽ റുബാക്സൊക്കെ വന്നായിരുന്നു. റുബാക്സ് നമ്മളെ കുറേ പേര് വന്നായിരുന്നു നൈറ്റ് ഇട്ടപ്പോൾ തന്നെ. അതാണ് വെച്ചിട്ട് പോയത്. ഇപ്പോഴും ചെറിയ പ്രശ്നമുണ്ട്. നമ്മളൊരു 3-4 ദിവസത്തിനകത്ത് വേറൊരു മൈക്കിൻ്റെ പരിപാടി ചെയ്യണമുണ്ട്. അത് എന്താണെന്ന് ഇപ്പോഴേ പറയാനില്ല. അത് വർക്കായില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി എന്തായാലും നമ്മളത് ചെയ്യും. 3-4 ദിവസം കഴിയുമ്പോഴേ ആ മൈക്കിൻ്റെ സംഭവം ശരിയാവും. അതുവരെ ഈ ഒരു മൈക്ക് ആയിരിക്കും.
ഫോണിൻ്റെ ഈ ഒരു മൈക്ക് ഉണ്ടായിരിക്കും. അത് എത്ര നാൾ ഇങ്ങനെ ഈ മൈക്ക് ഇങ്ങനെ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. മൈക്ക് പ്രശ്നം വരുമായിരിക്കും. ഇപ്പം തന്നെ ഈ ലൈവിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ മൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൈക്ക് സൗണ്ട് കുറഞ്ഞ് പോയിട്ടുണ്ടാകും. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരണുണ്ടല്ലോ, അതിൽ സന്തോഷമുണ്ട് കേട്ടോ. അല്ലേ ഇപ്പം ഞാൻ എന്ത് പറയാം മുത്തേ, സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വരാൻ, നിങ്ങൾക്ക് കാണാൻ തോന്നണല്ലേ. ഞാനും നമ്മളെ സബ്സ്ക്രൈബർ പയ്യന്മാർ കുറേ ഓടി കാല് കഴിക്കുന്നു. ഇവിടെയാണ് നിൽക്കെടുത്തിട്ട് എടാ വെള്ളത്തിൽ ചാടി ലൊട്ടടി. ഞാൻ ഒന്ന് വെള്ളത്തിൽ ചാടിച്ച് എൻ്റെ പൊന്നോ വേൾഡ് എൻഡായിട്ട് എൻ്റെ കാറിൻ്റെ അവിടെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തോളൊന്നും പിന്നെ സീനായി. എടാ എല്ലാവരും എടാ എൻ്റെ കൂടെ നന്മ മാത്രം ഓടിക്കുന്നു. എല്ലാവരും വാ ഇവിടേക്ക്. ഓക്കെ, നൻപൻ്റെ പേര് എടാ മാറിപ്പോയി ലോട്ട. പ്രോജിറ്റി ആയിരുന്നല്ലേ? ഓക്കെ അവൻ മാത്രം എൻ്റെ കൂടെ ഓടിയിരുന്നു മുത്തേ. ബാക്കി എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് മാറിപ്പോണ്ട് മുത്തേ. ഓക്കെ തമ്പനയിൽ അപ്പോൾ സെറ്റാണ്. തമ്പനയിൽ മുത്തേ അപ്പോൾ ഞാൻ പ്രോജക്റ്റിൽ നിൽക്കണ ഒരു തമ്പനയിൽ ഇടങ്ങടാ. അസുരൻ വന്നോ എന്നാ മുത്തേ? ഞാൻ അദ്വൈതേ അസുരൻ്റെ ബസ്സിലല്ലേ ഞാൻ വന്നത്? അസുരൻ വന്നായിരുന്നു, ഇപ്പം കാണാനില്ല. അസുരൻ വന്നായിരുന്നു, അസുരൻ്റെ ബസ്സിലാണ് ഞാൻ വന്നത്. അസുരൻ്റെ അവൻ്റെ ബസ് പോണ് മുത്തേ. സീനാവേ കയറ്. എടാ അത് വെള്ളത്തിൽ കഴുകാൻ പറ്റൂല മുത്തേ. അസുരൻ വന്നായിരുന്നു, അസുരൻ്റെ ബസ്സിലാണ് ഞാൻ വന്നത്. പുറപ്പെടുന്നേ റിച്ച്മാൻ. ബ്രദർ റിച്ച്മാൻ വന്ന ലൈവില്. എടാ റിച്ച്മാൻ ലൈവ് വന്നാ ബ്രദർ റിച്ച്മാൻ. താങ്ക് യു ബ്രദർ. താങ്ക്സ് ഡാ മച്ചാ. താങ്ക്സ് ഡാ റിച്ച്മാനെ മച്ചാ. താങ്ക് യു ബ്രദർ. എടല്ല നീ വന്നെപ്പോൾ കയറിയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. റിച്ച്മാൻ്റെ ഫ്രണ്ട് അല്ലേ, പിന്നെന്ത് അവൻ കയറി പിന്നെ കാണിക്കാത്ത? പ്ലെയർ ജോയിൻഡ് എന്നും പറഞ്ഞ്. എടാ മുത്തേ, റിച്ച്മാൻ നമ്മളെ ലൈവ് വന്നിട്ടുണ്ട് മുത്തേ. താങ്ക് യു ബ്രദർ. നീ ഇപ്പോൾ ലൈവ് ആണെങ്കിൽ താങ്ക് യു ബ്രദർ. നീ വണ്ടി നിനക്ക് ഒരുപാട് സന്തോഷമാണ് മുത്തേ. സന്തോഷം ബ്രോ. വാ അടുത്ത സ്പോട്ടിൽ പോവാം. ഓടാ. ഓക്കെ ഓടാ. സെറ്റ്. നമുക്ക് ഈ നടക്കണ്ടേ? എടാ മറ്റേ കാറിൻ്റെ ചെന്ന് ഞെക്കല്ലേ? നടക്കണം അല്ലേടാ? ഇവിടെ ബസ്സൊന്നും ഇല്ലേ? എടാ അവിടെയാണ് കിടക്കണം. നമ്മൾ അങ്ങോട്ട് ഇനി പോകണ്ടേ?